ഇപ്പോൾ ഉള്ളത് മികച്ച ഒരു വേർഷൻ തന്നെയാണ്. നിങ്ങൾക്കിത് പറ്റുമെങ്കിൽ എനിക്ക് പബ്ലിഷ് ചെയ്ത് തരാം, പറ്റുമെങ്കിൽ തരൂ, ഇല്ലെങ്കിൽ ഞാൻ വേറെ ആളിനെ സമീപിക്കാമെന്ന് മനു പറഞ്ഞു. അപ്പോൾ അയാൾ സന്തോഷത്തോടെ അത് വാങ്ങിച്ചിട്ട് പറഞ്ഞു, ഓക്കെ, ഇപ്പോൾ ഇത് മികച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി, ഇനി ഞാനിത് പബ്ലിഷ് ചെയ്തോളാം എന്ന് പറഞ്ഞ് അയാളത് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഈ കഥയിലൂടെ പറഞ്ഞു വന്നത്, നമ്മൾ പലപ്പോഴും ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ബെസ്റ്റ് വേർഷൻ നോക്കാതെ ഓക്കെ ഇത് മതി എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതിപ്പോൾ എന്താ സാധനമായിരിക്കട്ടെ, ഇപ്പം നമ്മളുടെ ലൈഫിലോട്ടുള്ള ഒരു ഡിസിഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുന്ന കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ, എന്ത് കാര്യം ആയിക്കോട്ടെ. ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുന്നതിൽ വേറെ പല എക്സെപ്ഷൻസും ഉണ്ട്. അത് ഇതുപോലെ നമുക്ക് ബെസ്റ്റ് നോക്കി ഇയാൾ വേണ്ട അങ്ങനെ ചൂസ് ചെയ്യുന്നൊരു കാര്യമല്ല നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് മറ്റു പല കാര്യങ്ങളിലും ഈ പറഞ്ഞ ഒരു കാര്യം അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പം എന്തെങ്കിലും ഒരു കാര്യം നോക്കുമ്പോഴത്തേക്കിനും ഇത് മതി എന്ന് പറഞ്ഞ് ചൂസ്